നമുക്ക് സെമി സിൽക്കിലെ കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ ചെയ്തു വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആട്ടോ വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു 3-4 കളേഴ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് എംബ്രോയിഡറിയും വന്നിട്ടുണ്ട്. ഒരു കളറിൽ തന്നെ പല ഡിസൈൻസും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടാലോ ഇന്ന് വന്നിരിക്കുന്ന ഡിസൈൻസും കളേഴ്സും ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ 3 പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത്. സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ. തേർഡ് വിന്നർ ബീന മാത്യു. ഈ 3 പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. നമ്മൾ എല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിന്നറാകുക. താങ്ക് യു. വന്നിരിക്കുന്നത് ഒരു റാണി പിങ്ക് ഷെയ്ഡ്. ഇത് നല്ല രസമുള്ളൊരു കളറാട്ടോ. നമുക്കിങ്ങനെ റാണി പിങ്കിൻ്റെ ഭയങ്കര കണ്ണി കുത്തുന്ന സൈസ് ഒരു കളറുണ്ടല്ലോ, അങ്ങനത്തെ ഷെയ്ഡല്ല, നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. അതിനകത്ത് ഇതേപോലെ എംബ്രോയിഡറി വർക്കും ബോർഡറിൽ ഇതേപോലെ ഒരു കട്ട് വർക്ക് പാറ്റേണും കൂടെയാണ് വന്നിരിക്കുന്നത്. 2480 ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ബോഡിയിലും ഇതുപോലെ ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരും. നമുക്ക് ഫുൾ ഇങ്ങനെയാട്ടോ വന്നിരിക്കുന്നത്. ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്, സെയിം ടോണിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസ്. പിന്നെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ എല്ലാ സാരിയിലും വരുന്ന പോലെ തന്നെ ലോവർ പോർഷനിലാണ് ആ എംബ്രോയിഡറി വർക്ക് വരുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യവും കൂടി ഇതിനകത്ത് പറയാനുള്ള, പലരും ഇങ്ങനെ ചോദിക്കും എൻ്റെ അടുത്ത്, ഈ ഒരു വർക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് വർക്ക് ഫിനിഷ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു സ്കാലപ്പ് ഫിനിഷ് ചെയ്യുന്ന ഒരു ഏരിയയിൽ ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് നോർമലി ഇങ്ങനെ വരുള്ളൂ, ഇത് ഡാമേജ് ഒന്നുമല്ല. കാരണം ഇത് ഈ മെറ്റീരിയൽ എടുത്തിട്ട് അത് സ്കാലപ്പും കട്ട് വർക്കും ചെയ്യുമ്പോഴാണ് ഇവിടെ ചെറിയ ഒരു ഡിഫറൻസ് വന്നത്. അത് നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഇത് ഒരു രീതിയിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതല്ല. ചിലർ ഇതിങ്ങനെ ചോദിക്കാറുണ്ട്. അത് എല്ലാ സാരിയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്, അത് ഡാമേജ് അല്ല. 2480 ഈ സാരിയുടെ റേറ്റ് വരുന്നത്. ഇനി ആ സെയിം കളറിൽ തന്നെ അടുത്ത ഡിസൈൻ, ഇത് വേറൊരു ഡിസൈൻ. കളർ സെയിം തന്നെയാണ്, അതിൻ്റെ ഡിസൈനും കട്ട് വർക്കിൻ്റെ പാറ്റേണിലും വ്യത്യാസമുണ്ട്. ഇതിനകത്ത് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ കട്ട് വർക്ക് പാറ്റേൺ വരുന്നത്. 2480. അടുത്തത് സെയിം കളറിൽ അടുത്ത ഡിസൈൻ. ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് ഡിഫറൻസ് ഉണ്ട്. സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഉടുത്താലൊക്കെ നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് സാരീസ് ആട്ടോ. ഭയങ്കര ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലത്തെ മെറ്റീരിയലല്ല, ആ ചെറിയൊരു സ്റ്റിഫ്നെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഉടുക്കുമ്പോൾ ആ ഉടുത്ത പോലെ തന്നെ നിൽക്കുന്ന സാരീസ്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ്. അടുത്തത് നല്ലൊരു ഗ്രീനിഷ് ടോൺ, നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ, പാരറ്റ് ഗ്രീൻ പോലെ അങ്ങനത്തെ തെളിഞ്ഞ ഗ്രീൻ അല്ല കേട്ടോ, ഒരു നല്ല രസമുള്ളൊരു ഗ്രീനാണ്. അതിൻ്റെ വർക്ക് ഇങ്ങനെ വരും. നല്ല രസം, അതിനകത്ത് എംബ്രോയിഡറി വർക്ക് കാണാനും നല്ല ഭംഗിയാണ്. 2480. ഗ്രീനിൽ തന്നെ അടുത്ത ഡിസൈൻ. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ്. ബോഡിയിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരും. അടുത്തത് വരുന്നത് ഗ്രീനിൽ അടുത്ത ഡിസൈൻ. അടുത്ത ഡിസൈൻ ഇങ്ങനെ വരും. അപ്പോൾ ഡിസൈൻ ക്ലോസർ വ്യൂ കാണിക്കുന്ന ആ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസിയാണ്. ഡിസൈൻ ക്ലോസർ വ്യൂ ഒന്ന് ശരിക്കും കാണിച്ചു. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസി ആയിരിക്കും.
അടുത്തത് നോക്കിയാൽ നല്ലൊരു സഫയർ ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. നല്ല ഇതിൻ്റെ കളേഴ്സൊക്കെ നല്ല രസമുള്ള കളേഴ്സാട്ടോ. ഒരു സഫയർ ബ്ലൂ സഫയർ ഗ്രീൻ ചേർന്ന ഒരു ഷെയ്ഡ്. എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരും കണ്ടോ. ബോഡിയിലും ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വരും. 2480. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ. അടുത്തത് അടുത്ത ഡിസൈൻ ഇതാണ്. സെയിം കളർ തന്നെയാണ് കേട്ടോ. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന സാരീസാണ്. റഫ്യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് സാരീസാണ്. ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലാതെ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് വരുന്നത് ഒരു യെല്ലോ. ഈ മാംഗോ യെല്ലോയുടെ പോലെ അത്രയും ബ്രൈറ്റ് യെല്ലോ അല്ല, കുറച്ച് നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ യെല്ലോ. അടുത്തത് വരുന്ന ബ്ലാക്ക്. ബ്ലാക്കിലും 2 ഡിസൈനുണ്ട്. ഫസ്റ്റ് ഡിസൈൻ ഇതാണ് വന്നിരിക്കുന്നത്. ബ്ലാക്കിൽ തന്നെ ഒരു ഡിസൈനും കൂടെ വരും. 2480 കേട്ടോ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത്. ഇതാണ് ബ്ലാക്കിൽ വരുന്ന അടുത്ത ഡിസൈൻ. നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്കും നല്ല കളർ കോമ്പിനേഷനും ഇതിൻ്റെ എല്ലാം. കളറും ഒരു ഡിഫറെൻറ്റ് കളറാട്ടോ, നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് എല്ലാം. അടുത്തത് വരുന്നത് ഒരു പിങ്കിൻ്റെ ആണെങ്കിലും നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക്, എല്ലാവർക്കും ചേരുന്ന പിങ്കാണ്. ഫേസിന് നല്ല പ്ലസൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു പിങ്ക്. ഒരു ചാമ്പങ്ങയൊക്കെ പഴുത്ത് വരുമ്പോഴുള്ള അങ്ങനത്തെ ഒരു ഷെയ്ഡാട്ടോ ഇത്. എന്നുവെച്ചാൽ ഭയങ്കര പഴുത്ത് കഴിയുമ്പോൾ വരുന്ന അത്രയും ഡാർക്ക് റോസ് അല്ല, അതിനേക്കാളും ഇച്ചിരി കൂടെ ലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഷെയ്ഡ്. ഇതാണ് അതിൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ്. 2480 റേഞ്ചിൽ വരുന്ന സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.